IFFK സംഘാടകർക്കെതിരെ സിനിമാ പ്രവർത്തക ദീപിക സുശീലൻ. സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതിക്കായി സംഘാടകർ അപേക്ഷ സമർപ്പിച്ചത് ഏറെ വൈകിയാണ് എന്ന് ദീപിക സുശീലൻ ഫേസ്ബുക്കിൽ ആരോപിച്ചു. നടപടിക്രമങ്ങളിലെ വീഴ്ചയെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നു എന്നും വിമർശനമുണ്ട്. സിനിമകൾ എന്നാണ് കേന്ദ്രത്തിന്റെ പരിഗണനയിലേക്ക് സമർപ്പിച്ചത് എന്നതിന് ആധികാരിക രേഖകളുണ്ട് എന്നാണ് ചലച്ചിത്ര അക്കാദമി അംഗം സന്തോഷ് കീഴാറ്റൂർ പ്രതികരിച്ചത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ അക്കാദമിയുടെ കൂടെ നിൽക്കാതെ ഈ അക്കാദമിയെ കുത്തുന്ന ഈ പരിപാടി ആദ്യം അവർ അവസാനിപ്പിക്കുക. എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയാനും അക്കാദമിക്ക് സാധിക്കില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇനി വരും ദിവസങ്ങളിലൊക്കെ പല പോസ്റ്റുകൾ ഇടുമ്പോൾ എല്ലാത്തിനും മറുപടി പറയാനൊന്നും അക്കാദമിക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് വളരെ കൃത്യമായി ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നടന്നത്, ഏത് ഡേറ്റിലാണ് മെയിൽ അയച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വസ്തുതാപരമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2022 IFFKയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്നു ദീപിക സുശീലൻ. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, ഈ 4 ചിത്രങ്ങൾക്ക് കൂടിയാണ് കേന്ദ്രാനുമതി ലഭിക്കേണ്ടത്. ഇന്നലെ മുതൽ തന്നെ ഉയർന്നു കേട്ടൊരു ആരോപണമാണ് അപേക്ഷ സമർപ്പിക്കുന്നതിൽ വൈകലുണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ അതിൽ ചെയർമാൻ ഉൾപ്പെടെ വിശദീകരണം നൽകിക്കഴിഞ്ഞതാണ്. പക്ഷേ ആ ആരോപണം വീണ്ടും ഉയർന്നു വരികയാണ് എന്നതാണോ? വിശദാംശങ്ങൾ എന്താണ്? അനുജ, തീർച്ചയായും ഇനി 15 സിനിമകൾക്കാണ് ഇതുവരെ അനുമതി ലഭിച്ചത്. 4 സിനിമകൾ കൂടി അനുമതി ലഭിക്കാനുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അതിൽ ഇന്നലെ തന്നെ സംവിധായകൻ ഡോക്ടർ ബിജു ഇതുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ അക്കാദമിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സിനിമാ പ്രവർത്തകയായിട്ടുള്ള ദീപിക സുശീലനും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ ഒരു സാങ്കേതികമായി ഒരു കാലതാമസം അക്കാദമിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ദീപിക സുശീലന്റെ ഫേസ്ബുക്ക് പോസ്റ്റായി വരുന്നത്. 2022 IFFKയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്നു ദീപിക സുശീലൻ. ഇത്തരത്തിൽ IFFKയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന്റെ ഒരു അനുഭവ സമ്പത്തുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ സിനിമാ പ്രവർത്തക പറയുന്നത്. അക്കാദമി ഇത്തരത്തിൽ ഡിസംബർ ആദ്യഘട്ടത്തിലാണ് ഈ ഒരു പട്ടിക സമർപ്പിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. നവംബറിലെങ്കിലും ഈ ഒരു സിനിമകളുടെ പട്ടിക സമർപ്പിക്കണമായിരുന്നു എന്നുള്ളതാണ്, കേന്ദ്രാനുമതിക്ക് വേണ്ടി സമർപ്പിക്കണമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ സെൻസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് അതിനൊരു കാലതാമസം ഉണ്ടാകും. ആ കാലതാമസമാണ് ഈ അനുമതി ലഭിക്കാൻ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ദീപിക സുശീലൻ പറയുന്നുണ്ട്. അത് ഇന്നലെ ഡോക്ടർ ബിജു പറഞ്ഞതിന് തുടർച്ചയായി തന്നെ അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ചലച്ചിത്ര അക്കാദമി അതിനെ പാടെ തള്ളുന്നുണ്ട്. അത് ഇന്നലെ തന്നെ അത്തരത്തിലൊരു അപക്വമായിട്ടുള്ള ഒരു നിലപാട് തീരുമാനം എന്നുള്ളതായിരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പരാമർശം. അതിന് പിന്നാലെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള സന്തോഷ് കീഴാറ്റൂരും ദീപിക സുശീലിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. അതിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ കുത്തി നോവിക്കുന്നത് വലിയ അപക്വം എന്നുള്ളതാണ് അക്കാദമി പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമകൾക്ക് എപ്പോഴാണ് അനുമതിക്കായി രേഖകൾ കൊടുത്തത്, ഇമെയിൽ അയച്ചത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രേഖ അക്കാദമിയുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സന്തോഷ് കീഴാറ്റൂർ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും ഇത്തരത്തിൽ മറുപടി പറയാനാകില്ല. അതിൽ മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും തരത്തിൽ തെളിവ് വേണമെങ്കിൽ അക്കാദമിയുടെ കയ്യിൽ രേഖകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ അക്കാദമി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.